ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇത്തവണ നമ്മൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചി കുമ്പളങ്ങിയിലാണ്. മോനെ ഈ ഫോർട്ട് കൊച്ചിയിലോട്ട് ഇപ്പോൾ വന്ന് കയറി കഴിഞ്ഞാൽ ഫുള്ള് 2 സ്ട്രോക്കിൻ്റെ സ്മെല്ലാണ്, നല്ല ഓയിലിൻ്റെയും പെട്രോളിൻ്റെയും. വേറൊന്നുമല്ല, ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇപ്പോൾ 2 സ്ട്രോക്കിൻ്റെ ഭ്രാന്ത് കൂടി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഏതൊരു മുക്കും മൂല എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാലും അവിടെ ഒരു 2 സ്ട്രോക്ക് വണ്ടി ഉണ്ടായിരിക്കും. അങ്ങനെ ഭ്രാന്തി പിടിച്ച് നടക്കുന്നവന്മാർക്ക് ഏറ്റവും ഹരം കൊള്ളിക്കുന്ന ഒരു മുതലായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. യെസ്, വെൽക്കം ടു റെട്രോ റിവ്യൂ. ദിസ് ഈസ് ഷാഫ്റ്റ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ആ ഒരു ഒന്നൊന്നര മുതലുകൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോയി കഴിഞ്ഞാൽ ലുക്ക് വൈസ് നിങ്ങൾക്കറിയാലോ, എന്നും ഏതൊരു കാലത്തും ഈ ഒരു സാധനം എടുത്തു വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ലുക്കാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യമഹയിൽ എന്താ പറയുക, നുള്ളിപ്പിറക്കാവുന്ന രീതിയിലുള്ള വണ്ടികളേ ഉള്ളൂ. 155cc എഞ്ചിൻ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്ത് മാറ്റി മറിച്ചുമാണ് എല്ലാ പരിപാടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് മുട്ടിനൊക്കെ ആ ഒരു 250 FC 250 അതുപോലെ ഫേസർ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഇറങ്ങി. പക്ഷേ ആ ഒരു പഴയ കാലഘട്ടത്തിൽ കുറേ എണ്ണം അടുക്കി നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അവന്മാർ. RD 350, RX 100, RX 135, RX G, RX Z, അങ്ങനെ ഒരുപാട് വണ്ടികൾ യമഹയുടെ ആ ഒരു ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇതിൻ്റെ നമ്പറുകളെല്ലാം കൂടെ ഒരു സിങ്ക് ഉണ്ട്. വണ്ടിയുടെ പേര് RX 100, വണ്ടിയുടെ വെയ്റ്റ് 100 കിലോ, വണ്ടിയുടെ BHP 11 BHP, വണ്ടിയുടെ ടോർക്ക് 10 Nm ടോർക്ക്. എല്ലാത്തിൻ്റെ ഫ്രണ്ടിൽ ഒന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം ഈ ഒരു പേരിനോട്. അതുപോലെ CC 100cc, 98cc ആണ് ടു ബി പ്രിസൈസ്. ബട്ട് എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ഫ്രണ്ടിൽ ഇവൻ ഒന്ന് വെച്ചാണ്. അതുപോലെ തന്നെ ഒരു സ്ട്രീറ്റ് റേസ് ഉണ്ടെങ്കിലും ഈ പുള്ളി ഒന്നാമതായിരിക്കും. പിന്നെ ക്വിക്കായിട്ടൊരു സാധനം കാണിച്ചിട്ടാണ് കേട്ടോ. ഈ പുതിയ വണ്ടിയുടെ താക്കോല് ഭയങ്കര ഡിഫറൻസ്. ഇതാ നമ്മുടെ വീടിൻ്റെ ഒക്കെ താക്കോലൊക്കെ പോലെ കണ്ടപ്പോൾ ഭയങ്കര ഒരു അത്ഭുതം തോന്നി. കണ്ട, ഇത്രേ ഉള്ളൂ ഇതിൻ്റെ താക്കോല്. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ താക്കോല്. പിന്നെ മറ്റേതിൻ്റെ നമ്മുടെ കൺവെൻഷണൽ ഒരു കീ പോലെ തന്നെ തോന്നും, ബൈക്കിൻ്റെ കീ ആയിട്ട് പോലെ തന്നെ തോന്നും. ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ മീറ്ററൊക്കെ ആണെങ്കിലും ഇത് ഫുള്ള് വണ്ടി നല്ല രീതിയിൽ സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. സീറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ, വലിയ അലമ്പായിട്ടൊന്നും പണിതിട്ടില്ല. പിന്നെ നമ്മുടെ മീറ്ററിൻ്റെ ഭാഗത്ത് ഇൻഡിക്കേഷൻസൊക്കെ കാണാം. മീറ്റർ എനിക്ക് തോന്നുന്നില്ല വർക്കിംഗ് ആണെന്നുള്ളത്, പക്ഷേ ഇതാണ് ആ ഒരു മീറ്ററിൻ്റെ ഒരു ലുക്ക്. നമ്മുടെ ഇസഡിനൊക്കെ ആണെങ്കിൽ RPM മീറ്ററും കാര്യങ്ങളെല്ലാം ആ ഒരു ബോക്സി ഡിസൈനാണ് എല്ലായിടത്തും കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റേ വണ്ടിക്കും അതെ, മറ്റേ വണ്ടിക്കും മീറ്ററിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓൾഡർ ജനറേഷൻ. അതിനകത്ത് നമുക്ക് സ്പീഡ് കാണാൻ പറ്റും. 140 വരെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു 98cc വണ്ടിക്ക്. ഇത് റെഡ് ലൈൻ അടിക്കുന്നത് 100ലാണ്. ഇതിൻ്റെ ടോപ്പിൻ്റെ റെഡ് ലൈൻ കാണിച്ചിരിക്കുന്നത്. എക്കോണമി മോഡുണ്ട്. നമ്മുടെ ഒരു 30 to 60 അടുത്താണ് എക്കോണമി മോഡ് ഗ്രീൻ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അതുപോലെ ഇൻഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇതൊന്നും വർക്കിംഗ് അല്ല കേട്ടോ. പക്ഷേ മീറ്ററൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ആ ഒരു ഓൾഡർ ആ ഒരു റെട്രോ ലുക്ക് മീറ്ററും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. പിന്നെ ടാങ്കൊക്കെ ആണെങ്കിലും ഈ ഒരു ഗ്രാഫിക്സ് കണ്ടും കേട്ടോ. ഇത് ആ ഒരു RDയുടെ ഒരു സിങ്ക് തോന്നിക്കുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു ഗ്രാഫിക്സ്, ആ ഒരു സൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ. പിന്നെ സീറ്റാണെങ്കിലും അതെ, സീറ്റ് നല്ല, ഇതെനിക്കൊന്ന് റീവർക്ക് ചെയ്തേക്കുന്ന സീറ്റാണ്. നല്ല നീറ്റായിട്ട് റീവർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റോക്കായിട്ടുള്ള സീറ്റിൻ്റെ ആ ഒരു കവറിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ഗ്രാബ് റെയിൽ ഇവിടെ കുറച്ചുകൂടെ നമുക്ക് സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ സൈക്കിളിൻ്റെ ഒക്കെ ഒരു ഗ്രാബ് റെയിൽ പോലെ കണ്ടോ, ആ ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക, ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ലുക്കും ആ ഒരു ഗ്രാബ് റെയിൽ വണ്ടിക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റേ ചെറിയൊരു ഗ്രാബ് റെയിലാണ്, നമ്മുടെ MAX 100 അതുപോലത്തെയൊക്കെയാണ് വരുന്ന ടൈപ്പ് ഗ്രാബ് റെയിലാണ് വരുന്നത്. പിന്നെ നല്ല സ്റ്റോക്ക് ബോക്സി ആയിട്ടുള്ള ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ് റൗണ്ടഡ് ആയിട്ടുള്ളത്. ഓൾമോസ്റ്റ് സ്റ്റോക്ക് തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. മറ്റവന് നമ്മുടെ ബാക്ക് സസ്പെൻഷൻ ഇച്ചിരി ഹൈറ്റ് കൂടി സസ്പെൻഷൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ നമ്മുടെ നോർമൽ കൺവെൻഷണൽ ക്ലാസിക് സസ്പെൻഷൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് നല്ല സ്റ്റോക്ക്, നല്ല ക്ലീൻ ആയിട്ടുള്ള 2 RX 100s. ഓക്കെ, ഒന്ന് ഫയർ അപ്പ് ചെയ്ത് നോക്കിയാലോ. ഫയർ അപ്പ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഓണേഴ്സിനെ തന്നെ വിളിക്കാം. 2 വണ്ടിയും കൂടെ ഒരേ സമയം എനിക്ക് ഫയർ അപ്പ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് ഇതിൻ്റെ ഓണേഴ്സിനെ വിളിക്കാം. പഠനം കൊണ്ട് നടക്കുന്നത് ഇതിൻ്റെ മെയിൻ ഓണറുടെ സിസ്റ്ററാണ് ഈ ഒരു മുതലിനെ കൊണ്ട് നടക്കുന്നത്. നമുക്ക് 2 പേരെ വിളിച്ചിട്ട് വണ്ടി ഒന്ന് ഫയർ അപ്പ് ചെയ്ത് കാണിച്ചു തരാം. വണ്ടിയുടെ ഓണേഴ്സ് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പ്രിൻസ്, ഇത് അന്നയാണ് നമ്മുടെ ഈ സാധനം കൊണ്ട് നടക്കുന്നത്. അതുപോലെ ഇത് നമ്മുടെ പ്രിൻസിൻ്റെ വണ്ടി. ഓക്കെ, നമുക്കൊന്ന് ഫയർ അപ്പ് ചെയ്ത് കാണിച്ചു തരാം. വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയേക്കാവോ?
അപ്പോൾ അതാണ് 2 മുതലിൻ്റെ സൗണ്ട് കേട്ടോ. വെടിയും പുകയാണ് രണ്ടും, ഒന്നും പറയാനില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. RX-100 എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഹരം കൊള്ളിക്കാനായിട്ട് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ പേജ് നിങ്ങൾ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക. വേറെ ഇനിയും ഇതുപോലത്തെ റെട്രോ വണ്ടികളൊക്കെ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ.